സോണിയാഗാന്ധി വളരെ ഗൗരവമായി പാർലമെന്റിൽ ഉയർത്തിയ ആവശ്യത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ എന്താണ് സെൻസസ്? സെൻസസ് എന്നത് വെറും ഒരു പതിവ് ജനസംഖ്യാ കണക്കെടുപ്പ് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ആത്യന്തിക ഡാറ്റയാണത്. അക്ഷരാർത്ഥത്തിൽ ഒരു നിധി ശേഖരം പോലെയാണ്. നമ്മുടെ രാജ്യത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, ആര് എവിടെ താമസിക്കുന്നു, നഗരങ്ങൾ എങ്ങനെ വികസിക്കുന്നു, ഏതൊക്കെ തരത്തിലുള്ള സാമൂഹിക നയങ്ങളിലാണ് മാറ്റങ്ങൾ വേണ്ടത് എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ സെൻസസിനെ ആശ്രയിച്ചിരിക്കുന്നു. ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് മുതൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ കെട്ടിപ്പടുക്കുന്നത് വരെയുള്ള എല്ലാറ്റിനും ഇത് അടിസ്ഥാന ശിലയായി വർത്തിക്കുന്നു. സെൻസസ് സംബന്ധിച്ച് പൂർണ്ണ ചിത്രം ലഭിക്കാൻ നമുക്ക് പഴയ സെൻസസുകളിലേക്ക് ഒരു ചെറിയ യാത്ര നടത്താം. ഉദാഹരണത്തിന് 1991-ലും 2011-ലും നടന്ന സെൻസസ് കണക്കുകൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം വെളിപ്പെടുത്തി. പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കുട്ടികളുടെ ലിംഗാനുപാതത്തിൽ കുത്തനെ ഇടിവുണ്ടായതായി കണക്കുകൾ സംസാരിച്ചു. ലളിതമായി പറഞ്ഞാൽ ആളുകൾ പെൺകുഞ്ഞുങ്ങളെ ഗർഭഛിദ്രം ചെയ്യുകയും ആൺകുട്ടികൾ ഉണ്ടാകുന്നതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഈ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രവണത സർക്കാരിനെ ഇടപെടാൻ നിർബന്ധിതമാക്കി. പെൺഭ്രൂണഹത്യ തടയുന്നതിനായി സർക്കാർ 1994-ൽ ലിംഗനിർണയ നിരോധന നിയമം കൊണ്ടുവന്നു. 2015 ആയപ്പോഴേക്കും ലിംഗപക്ഷപാതത്തെ നേരിടുന്നതിനായി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ നിലവിൽ വന്നു. ഇനി മറ്റൊരു കാര്യം പരിശോധിക്കാം. 2001-2011 സെൻസസുകൾ കണ്ടെത്തിയ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണ പ്രവണത പരിഗണിച്ചാൽ ആ ഡാറ്റ 2005-ൽ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ, തുടർന്ന് സ്മാർട്ട് സിറ്റീസ് മിഷൻ, അമൃത് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിച്ചു. ഇവയെല്ലാം ഇന്ത്യൻ നഗരങ്ങളെ കൂടുതൽ ജീവിക്കാൻ കഴിയുന്നതും സുസ്ഥിരവും നന്നായി കൈകാര്യം ചെയ്യുന്നതുമാക്കി മാറ്റാൻ തുടങ്ങി. സെൻസസ് ഡാറ്റ കേവലം ചില സംഖ്യകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്. വിഭവങ്ങൾ എങ്ങനെ വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഉദാഹരണത്തിന്, കുറഞ്ഞ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ഈ ഡാറ്റയെ ആശ്രയിക്കുന്നു. ഫണ്ട് എങ്ങനെ അനുവദിക്കണമെന്ന് ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്നു. ഇനി നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം. 2021-ലെ സെൻസസ് വൈകിയതിനാൽ 2011-ലെ സെൻസസിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിക്കുന്നതിൽ ഇന്നും നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിനർത്ഥം കാലഹരണപ്പെട്ട വിവരങ്ങൾ ആശ്രയിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ എന്നാണ്. അതുകൊണ്ട് ആദ്യം അപകടത്തിലാകുന്നത് ഭക്ഷ്യസുരക്ഷയാണ്. ജനസംഖ്യയുടെ 2/3 ഭാഗത്തിനും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നോക്കൂ. ഈ അനുപാതം 2011-ലെ സെൻസസ് ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ അതിനുശേഷം ഇന്ത്യയുടെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിച്ചു. അതായത് 10 കോടിയിലധികം ആളുകൾക്ക് ഇപ്പോൾ നിയമം നൽകുന്ന പിന്തുണ നഷ്ടപ്പെട്ടു എന്നാണ്. 2019-ൽ ഡൽഹിയിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മ റേഷൻ കാർഡിന് അപേക്ഷിച്ചു. കാലഹരണപ്പെട്ട സെൻസസ് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാത്തതിനാൽ 5 വർഷത്തിന് ശേഷവും അവരുടെ അപേക്ഷ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അതായത് പൊതുവിതരണ സംവിധാന പ്രകാരം സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ അവർക്കും അവരെ പോലുള്ള പലർക്കും ലഭ്യമല്ല എന്നതാണ് കാര്യം. ഇത് വെറുമൊരു ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ പോരായ്മയല്ല, മറിച്ച് കുടിയേറ്റ തൊഴിലാളികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി ദുർബല കുടുംബങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്നതും വിശപ്പടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത്. സെൻസസ് വൈകുന്നതിന്റെ ഭവിഷ്യത്ത് ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, തൊഴിലും അപകടത്തിലാണ്. ദശലക്ഷക്കണക്കിന് ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിലുറപ്പ് നൽകുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് അനുവദിക്കുന്നതിന് സെൻസസ് ഡാറ്റയെയാണ് ആശ്രയിക്കുന്നത്. പുതുക്കിയ കണക്കുകൾ ഇല്ലാതെ പദ്ധതിക്ക് അതിന്റെ ലക്ഷ്യം ഫലപ്രദമായി നിറവേറ്റാൻ കഴിയില്ല. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കും. പിന്നെ കുടിയേറ്റം, നഗരവൽക്കരണം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ തുടങ്ങിയ നിർണായക പ്രശ്നങ്ങളുമുണ്ട്. കുടിയേറ്റ തൊഴിലാളികളുടെ വലിയൊരു ഒഴുക്ക് കാണുന്ന മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ കാലഹരണപ്പെട്ട സംഖ്യകളെ അടിസ്ഥാനമാക്കി നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരാകുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഭൂപടം ഉപയോഗിച്ച് വേഗത്തിൽ നീങ്ങുന്ന ഒരു നഗരത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. മറ്റൊരു രസകരമായ കാര്യം, സെൻസസ് ഡാറ്റ കേവലം തല എണ്ണുന്നതിനപ്പുറം മറ്റ് പ്രധാന സർവേകളെയും സാധൂകരിക്കുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ എടുക്കുക. കുടുംബങ്ങൾ അവരുടെ പണം എങ്ങനെ ചെലവഴിക്കുന്നുവെന്ന് നിരീക്ഷിക്കുന്നതിനായി ഓരോ 5 വർഷത്തിലും ഇത് നടത്തുന്നു. ആരോഗ്യ സംരക്ഷണ ആസൂത്രണത്തെ നയിക്കുന്നതിനായി ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ മാനദണ്ഡങ്ങൾ വിലയിരുത്തുന്നു.
ഈ സർവേകളിൽ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കാൻ സാമ്പിളുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ സെൻസസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. അവരുടെ കൃത്യതയെക്കുറിച്ച് നിർണായകമായ ഒരു പരിശോധന നൽകുന്നു. ഡാറ്റയുടെ ത്രികോണീകരണം എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയിൽ വിശ്വാസ്യത ഉറപ്പാക്കാൻ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത് ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ, വിശ്വസനീയമായ സെൻസസ് ഡാറ്റ ഈ സർവേകൾ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം നമുക്ക് നൽകുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഒടുവിൽ, അതിർത്തി നിർണയത്തിന്റെ കാര്യം കൂടിയുണ്ട്. സെൻസസ് വഴി ലഭിച്ച ജനസംഖ്യാ വ്യതിയാനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് അതിർത്തികൾ പുനർനിർണയിക്കുന്ന പ്രക്രിയയായി ഇതിനെ കരുതുക. അതിന്റെ ഫലങ്ങൾ 2026 പുറത്തുവരും. അപ്പോഴേക്കും ഇന്ത്യയുടെ ജനസംഖ്യ 1.46 ബില്യണിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് ഈ ഡാറ്റ നിർണായകമാകും. ഉദാഹരണത്തിന്, കർണാടകയിലെ ലോക്സഭാ സീറ്റുകൾ 28 നിന്ന് 36 വർദ്ധിച്ചേക്കാം. അതേസമയം ഉത്തർപ്രദേശിലെ സീറ്റുകൾ 80 നിന്ന് 128 ഉയർന്നേക്കാം. എന്നാൽ കൂടുതൽ നിയന്ത്രിത ജനസംഖ്യാ വളർച്ചയുള്ള കേരളത്തിൽ ലോക്സഭാ സീറ്റുകളിൽ നേരിയ കുറവ് ഉണ്ടായേക്കാം. കൃത്യമായ സെൻസസ് ഡാറ്റ ഇല്ലാതെ ഈ നിർണായക രാഷ്ട്രീയ പ്രക്രിയ കാലഹരണപ്പെട്ട അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഇത് അസമമായ പ്രാതിനിധ്യത്തിലേക്കും വിഭവ വിതരണത്തിലേക്കും നയിച്ചേക്കാം. അപ്പോൾ എന്താണ് പരിഹാരം? ഉത്തരം വളരെ ലളിതമാണ്. സെൻസസ് വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. കാരണം അപകട സാധ്യതകൾ വളരെ ഉയർന്നതാണ്. അത് നീണ്ടു നിൽക്കാൻ അനുവദിച്ചുകൂടാ. കൃത്യമായ ഡാറ്റയാണ് സമ്പദ് വ്യവസ്ഥയിലെ മിക്കവാറും എല്ലാറ്റിനും അടിസ്ഥാനം. സെൻസസ് എത്രയും വേഗം പൂർത്തീകരിക്കുന്നുവോ അത്രയും വേഗം നമുക്ക് അതിൽ അവശേഷിക്കുന്ന വിടവുകൾ പരിഹരിക്കാൻ തുടങ്ങാനും കാലഹരണപ്പെട്ട സംഖ്യകളേക്കാൾ ഉറച്ചതും കാലികവുമായ വിവരങ്ങളിൽ നയങ്ങൾ നിർമ്മിക്കാനും കഴിയും. ഇന്ത്യ പോലുള്ള അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് കാലതാമസം വരുത്തുന്ന വില വളരെ വലുതാണ്. കൂടാതെ ഗുരുതരമായ കോവിഡ് മഹാമാരിക്കിടയിലും UK, ചൈന, US തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ സെൻസസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കാണുമ്പോൾ നമുക്ക് മാത്രം എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഭരണകൂടം ഗൗരവമായി ഈ വിഷയം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: രാജ്യം കെട്ടുപൊട്ടിയ പട്ടം പോലെയാകും. 2021 സെൻസസ് വെറുമൊരു ഔപചാരികത മാത്രമല്ല, അത് ഒരു ആവശ്യകതയാണ്. അതിനായി ഒരു രാഷ്ട്രം കാത്തിരിക്കുന്നു, അതിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന സംഖ്യകൾക്കായി.